ഹലോ, ഒരു പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ ചില ക്യാരക്ടറിസ്റ്റിക്സുകളാണ് പറഞ്ഞുതരാൻ പോകുന്നത്. മത്സര പരീക്ഷകൾക്കൊക്കെ ഇത് വളരെ ഉപകാരപ്പെടും. ചില ചോദ്യങ്ങളൊക്കെ പാടന്നു പോകുന്ന ചില ചോദ്യങ്ങളൊക്കെ ചെയ്തു നോക്കാതെ തന്നെ വെറും സെക്കൻഡുകൾക്കുള്ളിൽ ഇതുകൊണ്ട് ഉത്തരം എഴുതാൻ സാധിക്കും. അത് ഈ ക്യാരക്ടറിസ്റ്റിക്സുകൾ പറഞ്ഞുതരാം. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ, ഒരു പെർഫെക്റ്റ് സ്ക്വയർ 2, 3, 7, 8 ഈ സംഖ്യകളിൽ അവസാനിക്കത്തില്ല. അല്ലെ, നമുക്കറിയാവുന്ന പെർഫെക്റ്റ് സ്ക്വയറുകളൊക്കെ എഴുതാം. 4 അല്ലേ, പെർഫെക്റ്റ് സ്ക്വയറാണ്. 2ൻ്റെ സ്ക്വയറാണ് 4. അടുത്തത് 9 പെർഫെക്റ്റ് സ്ക്വയറാണ്. 3ൻ്റെ സ്ക്വയറാണ് 9. ഇനി 16 അല്ലേ, 4ൻ്റെ സ്ക്വയറാണ്, പെർഫെക്റ്റ് സ്ക്വയറാണ്, അതുകൊണ്ട് തന്നെ 16. അടുത്തത് 25, അടുത്തത് 36, 49, 64, 81, 100 ഇതെല്ലാം പെർഫെക്റ്റ് സ്ക്വയറുകളാണ് അല്ലേ. ഇതിൽ ഏതെങ്കിലും പെർഫെക്റ്റ് സ്ക്വയർ 2, 3, 7, 8 അവസാനിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ. നോക്കിയേ, 4, 9, 6, 5, 6, 9, 4, 1, 0 അങ്ങനെ പോവാണല്ലേ. അല്ലേ, 4, 9, 6, 5, 6, 9, 4, 1 ഇങ്ങനെ പോവാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു സംഖ്യ കാണിച്ചിട്ട് പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ അവസാനത്തെ സംഖ്യ നോക്കുക. ഇതിലേതെങ്കിലും ആണെങ്കിൽ ഉടനെ നമുക്ക് പറയാം, ഒറ്റയടിക്ക് തന്നെ പറയാം, ഈ തന്നിരിക്കുന്നത് പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഓക്കെ, അപ്പോൾ അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ, ഇതിൽ 1 അവസാനിക്കുന്ന പെർഫെക്റ്റ് സ്ക്വയറുകളുണ്ട്, 4 അവസാനിക്കുന്ന പെർഫെക്റ്റ് സ്ക്വയറുകളുണ്ട്, 9 അവസാനിക്കുന്നുണ്ട് അല്ലേ. അങ്ങനത്തെ പെർഫെക്റ്റ് സ്ക്വയറുകളുടെ സെക്കൻഡ് ലാസ്റ്റ് ഡിജിറ്റ്, അതായത് ഇവിടെ നമുക്ക് എടുക്കാം, 4 അവസാനിക്കുന്നത് 64 അല്ലേ, 64 ഉണ്ട്. പിന്നെ 1 അവസാനിക്കുന്ന 81 ഉണ്ട്, 9 അവസാനിക്കുന്ന 41 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ 1, 4, 9 അവസാനിക്കുന്ന പെർഫെക്റ്റ് സ്ക്വയറുകളുടെ സെക്കൻഡ് ലാസ്റ്റ് ഡിജിറ്റ് എപ്പോഴും ഒരു ഈവൻ നമ്പർ ആയിരിക്കും. ഓക്കെ, സെക്കൻഡ് ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് ഓൾവേസ് ആൻ ഈവൻ നമ്പർ. അതും ഓർത്തിരിക്കുക. ഇനി അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ചാൽ, 5 അവസാനിക്കുന്ന പെർഫെക്റ്റ് സ്ക്വയറുകൾ. ഓക്കെ, ലാസ്റ്റ് ഡിജിറ്റ് 5 ആണെങ്കിൽ, if last digit equal to 5, then the second last digit must always be 2. എന്താണെന്ന് വെച്ചാൽ, ഒരു പെർഫെക്റ്റ് സ്ക്വയർ 5 അവസാനിക്കുമെങ്കിൽ അതിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് ഡിജിറ്റ് എപ്പോഴും 2 ആയിരിക്കും. സെക്കൻഡ് ലാസ്റ്റ് ഡിജിറ്റ് ഓൾവേസ് 2. ഇവിടെ നോക്കാം, 25 അവസാനിക്കുന്നതാണ് 25, അതിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് ഡിജിറ്റ് 2 ആണ്. ഇനി നമുക്ക് നോക്കാം, 15ൻ്റെ സ്ക്വയർ 225 ആണ്. അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണല്ലേ. 225 എന്ന് പറയുന്ന സംഖ്യ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, കാരണം അത് 15ൻ്റെ സ്ക്വയർ ആണ്. അതും 5 അവസാനിക്കുന്നതാണ്. അതിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് ഡിജിറ്റ് നോക്കി 2. പിന്നെ 25ൻ്റെ സ്ക്വയർ 625. 625 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 5 ആണ്. അതിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് ഡിജിറ്റ് നോക്കി 2 ആണ്. അതുകൊണ്ട് തന്നെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ എപ്പോഴും 5 അവസാനിച്ചാൽ അതിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് ഡിജിറ്റ് എപ്പോഴും 2 ആയിരിക്കും. ഇനി അടുത്തത്, ഒരു പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 6 ആണെങ്കിൽ അതിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് ഡിജിറ്റ് ഓൾവേസ്
ഒരു ഓഡ് നമ്പരായിരിക്കും. ഉദാഹരണം നോക്കാം. 16, 6 അവസാനിക്കുന്നതല്ലേ 16. അതിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് ഡിജിറ്റ് നോക്കി 1. 1 ഒരു ഓഡ് നമ്പരാണ്. അടുത്ത് നോക്കി 36, 6 അവസാനിക്കുന്നതല്ലേ. അതിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് ഡിജിറ്റ് നോക്കി 3. അതൊരു ഓഡ് നമ്പരാണ്. ഇനിയും 6 അവസാനിക്കുന്നത് 196, 14ൻ്റെ സ്ക്വയർ അല്ലേ, 6 അവസാനിക്കുന്നതാണ്. അതിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് ഡിജിറ്റ് നോക്കി 9, ഒരു ഓഡ് നമ്പരാണ്. ഓക്കെ, ഇനി അവസാനത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് 0യിൽ അവസാനിക്കുന്ന ഒരു പെർഫെക്റ്റ് സ്ക്വയർ. ഇഫ് ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് എ പെർഫെക്റ്റ് സ്ക്വയർ ഈക്വൽസ് 0, then സെക്കൻഡ് ലാസ്റ്റ് ഡിജിറ്റ് ഓൾവേസ് 0 ആയിരിക്കും. ഓക്കെ, ഒരു ഉദാഹരണം നോക്കാം. 100 പെർഫെക്റ്റ് സ്ക്വയർ ആണ് അല്ലേ, 10ൻ്റെ സ്ക്വയർ ആണ് 100. അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 0 ആണ്. അതിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് ഡിജിറ്റും 0 ആണ്. ഇനി നോക്കാം 400 അല്ലേ, 20ൻ്റെ സ്ക്വയർ ആണ്. അതുകൊണ്ട് തന്നെ 400 പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 0 ആണ്. സെക്കൻഡ് ലാസ്റ്റ് ഡിജിറ്റും 0 ആണ്. ഓക്കെ, അപ്പോൾ ഈ 5 എണ്ണമാണ് പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ ചില ക്യാരക്ടറിസ്റ്റിക്സുകൾ. ഇത് പല മത്സര പരീക്ഷകൾക്ക് ഉപകാരപ്പെടും. ഓക്കെ, താങ്ക് യു.